ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഹിരോണയിൽ ഒരു ലോഡ് കയറ്റാൻ വേണ്ടി വന്നതാണ്. ഈ റോട്ടിൽ കൂടെ പോകാനായിട്ട് നമ്മളെ GPS സമ്മതിക്കണില്ല. പക്ഷേ നമുക്ക് പോകേണ്ടതും ഈ വഴിക്കാണ്. In 400 meters, at the roundabout, continue straight to stay on Avinguda Sant Jodi. അപ്പം നമ്മൾ മൊബൈലിൽ GPS വെച്ചിട്ട് അതിൽ വെച്ചോണ്ടാണ് ഇപ്പോൾ ഈ ചാമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം വന്നിട്ട് 16:27. പുള്ളിക്ക് ഇവിടെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല. അത് പ്രമാണിച്ച് വന്നതാണ് പുള്ളിങ്ങൾ. എല്ലാവരും പുറകിലുള്ള വണ്ടിക്കാരൊക്കെ നല്ല രീതിയിൽ കളിപ്പിലാണ്. കാരണം നമ്മൾ 30 സ്പീഡ് ലിമിറ്റ് വെച്ചാണ്. In 600 meters, at the roundabout, take the third exit onto Avinguda de Santa Coloma, C152. ഇത് ജന്മണ്ടെങ്കിൽ സമ്മതിക്കാനുള്ള ഇതിലേ പോകാനേ. ഓരോ സംഭവം കഴിയുമ്പോഴും ഓരോ റൗണ്ട് എത്തുമ്പോഴും നമുക്കത് തിരിച്ചു വരണം പറഞ്ഞോണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇതിങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല. Sal de la rotonda por la cuarta salida. നമ്മൾ ഉദ്ദേശിക്കുന്ന റൂട്ട് ഞാൻ കുറേ നാളായി ഇതിലെ വന്നിട്ട്, ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പിടുത്തം കിട്ടണില്ല. Sal de la rotonda por la cuarta salida por el Ingude de San Jordi. ഇവിടെ സംഭവങ്ങൾ പ്രൊഹിബിഷൻ വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുതി വെച്ചാൽ Exit the roundabout onto Avinguda de Santa Coloma. ഈ 152 ട്രാൻസിറ്റ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് തന്നെയാണ് ആ റൂട്ട്. In 200 meters, at the roundabout, continue straight to stay on Avinguda de Santa Coloma, C152. Sal de la rotonda por la segunda salida por la C152. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. En 4 kilómetros, ഇവിടെ നിന്ന് ലോഡ് കയറ്റുന്ന വണ്ടികൾക്ക് ഇതിലേ പോകാമായിരിക്കണം. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. സാധാരണ രീതിയിൽ ഇവിടെ എങ്ങനെയാണ്, ചില റോഡുകൾക്ക് ട്രാൻസിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്തിനാന്ന് വെച്ചാൽ മെയിൻ റോഡിലേക്ക് എത്താനായിട്ട് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ലോഡാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ എടുത്തേക്കണത് ഏകദേശം അതൊക്കെ തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മളൊരു 100 കിലോമീറ്റർ ചുറ്റി കളയേണ്ടി വരും. ഇവിടെ നിന്ന് ഇത് തന്നെ റൂട്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകുമ്പോൾ ഒരു ടണൽ കയറാനുണ്ട്. ആ ടണലിൽ പ്രശ്നമുണ്ട്. ആ ടണലിലും സമ്മതിക്കാറില്ല. പോലീസ് ഇട്ട് കഴിഞ്ഞാൽ കാണിക്കും. ഡിഫൻസ്
പോലീസുകാരുടെ ഇതനുസരിച്ചിരിക്കും, ഡിപ്പെൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം ഇവിടെ നിന്നുള്ള ലോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, 10 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്താണ് ഈ പറഞ്ഞ ടണലെത്താൻ. പക്ഷെ നമ്മളിപ്പോൾ കുറേ കൂടെ കുറച്ചും കൂടെ നീങ്ങി. നമ്മൾ കമ്പനിയുടെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും അത് കുഴപ്പമില്ല, നീ വണ്ടി എടുത്ത് തരാൻ പറയും. കമ്പനിയുടെ അടുത്ത് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും 2 ചോദ്യമാണ് അവർ ചോദിക്കുക. വണ്ടി കയറുമോ, വണ്ടി കയറും, നിനക്ക് ഓടിക്കാൻ കുഴപ്പമുണ്ടോ, കുഴപ്പമില്ല, അന്ന് എടുത്തിട്ട് പോരെന്ന് പറയും. ബാക്കി വന്നോടത്ത് വെച്ചു. പക്ഷെ എന്നിട്ട് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ എനിക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടയ്ക്കണം. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരിടയ്ക്ക് ഭയങ്കര പ്രൊട്ടസ്റ്റായിരുന്നു. ട്രെയിലറുകൾ ഇവിടെ ട്രക്കുകളും ഇതിലെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബാനറൊക്കെ കെട്ടി വലിയ ഒച്ചപ്പാടൊക്കെ എടുത്ത് ട്രക്കുകളൊക്കെ തടഞ്ഞു. എന്നിട്ട് എന്തിട്ട് ഇവിടെ എന്ത് തടഞ്ഞു കഴിഞ്ഞാലും പോളിഗോൺ ഇൻഡസ്ട്രികൾ അടയ്ക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതിലെ ഒരു സമൂഹം ജീവിക്കണത് അതിൽ നിന്നുള്ള വരുമാനമാണ്. പിന്നെ ഗവൺമെൻറ്റിന് കണ്ടമാനം ടാക്സ്, അതൊക്കെ വെച്ചിട്ടാണ് ഗവൺമെൻറ് റോഡുകളും ഇവിടെയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെന്ത് അടച്ചിട്ട് എന്താ കാര്യം? പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുത്തു. ട്രക്കുകൾ തടയില്ല, കുറേ നാൾ തടഞ്ഞു. പിന്നെ അവർക്ക് പണിക്ക് പോകണ്ടേ. അത് കഴിഞ്ഞപ്പോൾ ടീമുകൾ നിർത്തി. ഇപ്പോഴും ബാനറുകളൊക്കെ വയ്ക്കും അവർ. ഞങ്ങൾ അവരെ നോക്കിയത്, അവർ ഞങ്ങളെ നോക്കിയത്. ഒരു പോലീസുകാർ വന്ന് അവർക്ക് ഫൈൻ എഴുതി കൊടുക്കും. അങ്ങനെ കുറേ കോമഡികൾ. ഇത്രമാത്രം ട്രക്കുകൾ. ഇപ്പം ഇതിലെ വന്ന ട്രക്കുകളാണ് ഈ വന്നത് ഈ സമയത്തേട്ടാ. ഇതിപ്പോൾ വൈകിട്ട് 4:35 വരുന്ന ട്രക്കുകളാണിത്. ഇതിപ്പോൾ പകൽ മുതൽ വൈകിട്ട് വരെ ഇത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഒന്നുമില്ലെങ്കിൽ സൊല്യൂഷൻസ് പുതിയ റോഡ് വെട്ടേണ്ടി വരും. അതിവിടെ പ്രാക്ടിക്കലല്ല. കാരണം ഇത് മലഞ്ചെരിവാണ്. പിന്നെ അല്ലെങ്കിൽ ആൾക്കാർ ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വരും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ റോഡ് സൈഡിലുള്ള തന്നെ വീട് വന്നല്ല കുഴപ്പമില്ല. വൈകിട്ട് 4:30 നല്ല കോടമഞ്ഞാണ് ഇവിടെ. -12°C. ഇന്നലെ നമ്മൾ ലോഡ് ഇറക്കാൻ വന്നിടത്ത് ബാർസലോണയിൽ ഭയങ്കര മഴയായിരുന്നു. In 600 meters, at the roundabout, take the first exit onto C37. രാത്രി ആയപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് മെസ്സേജൊക്കെ വന്നു, മൊബൈലിലേക്ക് അലർട്ട് വന്നു, വെള്ളപ്പൊക്കത്തിന് സാധ്യത എന്ന് പറഞ്ഞ്. അവിടെ നിന്നൊരു പോലീസ് വണ്ടി വരുന്നുണ്ടല്ലോ, പണിയാണ്. നവംബർ 6 മുതൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതിലെ ട്രക്കുകൾ പോകാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇതിലെ കയറി പോകേണ്ടി വരും. അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് കാണുന്നുണ്ട്. വണ്ടി പോയോ എന്നറിയില്ല, പോയി നോക്കണം. Exit the roundabout onto C37. Continue for 24 kilometers. ഈ സ്ഥലമാണ് പ്രോഹിബിറ്റഡ്. അവിടെ പ്രോഹിബിഷൻ എഴുതി വെച്ചിട്ടുണ്ട് ട്രക്കുകൾക്ക് കയറാനായിട്ട്. നവംബർ 22 തൊട്ട് 6 മണി വരെ നടക്കും. ഒരു ട്രക്ക് വരേണ്ടത് ലോക്കൽ വണ്ടികളാണ്. അവിടെ പോലീസ് വണ്ടി കണ്ടിരുന്നു, അത് പോയി തോന്നുന്നു. ലൈറ്റും കത്തി കാണുന്നുണ്ടായിരുന്നു, ഇല്ല അത് പോയി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് പോകാനുള്ള പരിപാടികൾ നോക്കാം.
വേണ്ട, ഇവിടെ പ്രൊഹിബിഷൻ എഴുതി വെച്ചിട്ടുണ്ട്. 8 വഴിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാണ്. Sigue por la C37. നമുക്കപ്പോൾ എന്തായാലും ഇതിൽ പോയി നോക്കാം. പിടിച്ചു കഴിഞ്ഞാൽ പറയാം എന്തെങ്കിലും. 100 കിലോമീറ്റർ വളഞ്ഞു പോകണം. ഒരു പ്രാവശ്യം ഇത് ഞാനിങ്ങനെ കണ്ടിട്ട്, ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ അത് കണ്ടിട്ട് ഞാൻ അപ്പുറത്ത് വഴിക്ക് പോയി. അതിലേ പോയിട്ട് ഇവർ എഴുതി വെച്ചേക്കണ വഴിക്ക് അതിലേ പോയിട്ടൊരു 10-40 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു കാടിൻ്റെ അകത്തി. ഞാൻ അവിടെ ഇട്ട് തന്നെ വണ്ടി വളച്ച് തിരിച്ചതിലേ പോകും. 40 കിലോമീറ്റർ ആയിട്ടും ഹൈവേയിൽ എത്തിയില്ല. ഹൈവേയുടെ ഒരു റോഡ് ചെറുതായി വരും. എന്ത് കാരണം കൊണ്ടാണ് അവർ എഴുതി വെച്ചേക്കണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇതേ സംഭവം തന്നെ അന്നും ഉണ്ടായിരുന്നു. ഇത് അല്ല, ഞാൻ നീല ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസ് വണ്ടിയാണ്. കൂട്ടുകാരെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ. ഇതിലെ ഈ ടണൽ ഉള്ളത് കൊണ്ടാണോ ഇതിലെ പോകാൻ പാടില്ല എന്ന് പറയണത്? എന്തിട്ട കാരണം ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഹൈവേന്ന് ഈ വഴിക്ക് വരാനുള്ള എളുപ്പം കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഹെവി ലാഗാണിത്. പണ്ട് കാലത്ത് അപ്പുറത്തോടെ ഹൈവേ ഉണ്ടായിരുന്ന സമയത്ത് ടോൾ ഉണ്ടായിരുന്നു. ഇപ്പം ടോളൊക്കെ എടുത്ത് മാറ്റി. എന്തിട്ട കാരണം എന്നുള്ളത് അറിയില്ല. ഇതുവരെയായിട്ട് ചെക്കിങ് എനിക്ക് ഇതിലുണ്ടായില്ല. പണ്ട് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൽ തിരിഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോഴാണ് അങ്ങനെ ഒരു നിയമത്തെ പറ്റി പറയുന്നത്. അതായത് 10 കിലോമീറ്ററിനകത്തുള്ള ചുറ്റളവിലുള്ള ലോഡിങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കുകൾക്ക് കയറാം. എനിവേ, ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് 80 മാക്സിമം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ റഡാറുകൾ കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മുന്നേ വഴിക്ക്. മല അങ്ങനെ തന്നെ വെട്ടിയെടുത്തേക്കണത്. അതുകൊണ്ടായിരിക്കും ട്രാഫിക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രൊഹിബിഷൻ വെച്ചേക്കണേ. ലോക്കൽ റോഡിലേക്ക് കയറാനായിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. സൈഡിൽ കൂടെ എന്തെങ്കിലും തരത്തിൽ ആക്സിഡൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവമോ അല്ലെങ്കിൽ വല്ല ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്സസ് കുറവാണ്. അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിലെ ട്രക്കുകൾ കയറാൻ പാടില്ല എന്ന് പറയണം. ഇവിടെ ഇന്നലെ നമ്മൾ ഇന്നലെ ഞാൻ ഇവിടെ ബാർസലോണയിൽ ലോഡ് ഇറക്കി വൈകിട്ട് രാത്രി ഇപ്പോൾ മൊബൈലിലേക്ക് അലാറം വന്നതാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അലാറം വന്നതാണ്. എത്രയും പെട്ടെന്ന് സ്ഥലം സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് പറഞ്ഞു. ട്രക്കിലായതുകൊണ്ട് ഞാൻ ഉറങ്ങി. പിന്നെ കാലത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ സൈഡിൽ കുറേ ട്രക്കുകൾ ഇങ്ങനെ നീർന്ന് കിടക്കാം. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ ലോഡ് ഇറക്കി കൊടുത്ത് വെള്ളം മുങ്ങി ലോഡ് ഇറക്കാൻ പറ്റില്ല. എന്നിട്ട് അവർ മെഷീൻ പുറത്ത് കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് അവരുടെ ഗോഡൗണിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. ലോഡ് ഇറക്കണോടത്ത് മാത്രമായിരുന്നു അതിങ്ങനെ താഴ്ചയുള്ള ഇതായിരുന്നു. അവിടെ മൊത്തം വെള്ളം കിട്ടി. അങ്ങനെ അപ്പം നമ്മൾ കാലത്ത് എഴുന്നേറ്റ് അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കാണ് വണ്ടി എടുത്തത്. 12 മണിയായി വണ്ടി എടുത്തി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ 6 വണ്ടികളോളം അൺലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മിനിമം അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 3 മണിക്കൂർ അങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ കമ്പനി വിളിച്ചറിയിച്ചു. ഞാൻ എൻ്റെ കാർഡ് ഊരി ഉച്ചയ്ക്ക് 12 മണിക്ക്.
എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കിട്ടും. കാരണം 24 മണിക്കൂർ റെസ്റ്റ് എടുക്കാനായി. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് വണ്ടി എടുത്ത് ലോഡ് കയറ്റി മാഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നാളെ വൈകിട്ടാകുമ്പോഴേക്കും അവിടെ നിന്ന് മെഡിസിൻ്റെ ഓട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ ബേസിൽ പോവും. വണ്ടി അവിടെ ഇടും, നേരെ വീട്ടിലേക്ക്. Kilómetro y medio. Mantente a la izquierda y sigue por la ഈ C36. ആഴ്ചത്തെ ഓട്ടം ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 5000 സംതിങ് അതിൽ നിൽക്കും. അപ്പം കഴിഞ്ഞ മാസം എന്ന് പറയാനായിട്ട് മുപ്പതാം തീയതി 29 ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തിൽ ഞാൻ വണ്ടി എടുത്തപ്പോൾ. അപ്പോൾ ആ ഒരു ദിവസത്തെ ഡ്രൈവ് വന്നിട്ട് കഴിഞ്ഞ മാസത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ റീ ഓപ്പൺ ചെയ്തതാണ് ഈ മാസത്തെ ഓട്ടം. അപ്പോൾ നമുക്ക് കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഏകദേശം. കഴിഞ്ഞ മാസം Mantente a la izquierda y sigue por la വളരെ C37. കുറവായിരുന്നു ഓട്ടം. ഒരു 13 അടുത്തൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച അങ്ങനെ തന്നെ ഞാൻ വീട്ടിലായിരുന്നു. നമ്മളിപ്പോൾ അവരടുത്ത് പറഞ്ഞ ഓട്ടമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ലോക്കൽ ഓർഡർ വിടും. നമുക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. വെറുതെ പോയി വഴി കിടക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ വലിയൊരു കടമ്പ കഴിഞ്ഞു. ചെക്കിങ് ഒന്നും കിട്ടാണ്ട്. ഇനി ഇവിടെ നിന്ന് 647 കിലോമീറ്റർ ഉണ്ട്. ഞാനപ്പോൾ കമ്പനി അടുത്ത് ഞാൻ ചോദിച്ചു, ഇന്ന് രാത്രി ഞാൻ എത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ എത്തുപെടാ, നീ വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. ബാക്കി കാര്യം പിന്നെ നോക്കാം. അപ്പം അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ഞാൻ മാഡ്രിഡിലെത്തിയില്ലെങ്കിൽ നാളെ കാലത്ത് എനിക്ക് ലോഡ് ഇറക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ എൻ്റെ ടൈമിൽ ഭയങ്കര മിസ്റ്റേക്ക് വരും. ഇവിടെ നിന്ന് ഇനി റൂട്ടിൽ മനേഴ്സ വഴി അതെ ഈ റൂട്ട് തന്നെയാണ് അതിൽ ഞാൻ കണ്ടത്. ജയ്തയിൽ കയറി അവിടെ നിന്ന് ഫ്രാഗ വഴി പോകണം. ഏപ്പിട്ട് എടുത്ത് പോകും, അതായിരിക്കും നല്ലത് കുറച്ച്. കാരണം AP2 എന്ന് പറയുന്നത് ഔത്തോപിസ്ത 2 അതിപ്പോൾ ഫ്രീ ആക്കിയേക്കാം. ഏകദേശം ഓരോന്ന് 1.5 വർഷമായി. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് മന്ദം നീങ്ങാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഒരു ചായയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, സ്വല്പം കൂടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കേൾക്കാം വിശേഷങ്ങളായിട്ട്. അടുത്തവരെ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും ബൈ.